നമ്മുടെ കൊല്ലത്ത് ഈ ഇലക്ഷൻ ചിത്രം തെളിയുമ്പോൾ ശരിക്കും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതുപോലെ ഇടതു കോട്ടയായി കൊല്ലം മാറുമോ, അതോ യു ഡി എഫിലേക്ക് നമ്മുടെ ഇപ്പം കോർപ്പറേഷൻ ഇലക്ഷനിൽ സംഭവിച്ച പോലെ യു ഡി എഫിലേക്ക് കാറ്റ് മാറി വീശാൻ സാധ്യതയുണ്ട്? ഇടതുകോട്ടയായി തുടരുമോ എന്ന അയ്യപ്പേട്ടൻ്റെ ചോദ്യത്തിന് പിന്നെ രണ്ട് ഉദ്ദേശങ്ങളുണ്ടാകാം. ഒന്ന്, 2016 നടന്ന തെരഞ്ഞെടുപ്പ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്, യു ഡി എഫ് എന്ന് പറയാൻ അവിടെ RSPയുടെ 3 സീറ്റുകളും മുസ്ലിം ലീഗിൻ്റെ 1 സീറ്റും ബാക്കി 11 സീറ്റിൽ ബാക്കി 7 സീറ്റുകളും കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയുള്ള ഒരു മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും കൊല്ലത്ത് നേടാൻ യു ഡി എഫിന് സാധിച്ചില്ല എന്നത് നാണം കെട്ട ഒരു പരാജയമായിരുന്നു. യു ഡി എഫിൻ്റെ ചരിത്രത്തിലെ കൊല്ലത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2016 കഴിഞ്ഞു. 2021 വരുമ്പോൾ ചിത്രം മൊത്തത്തിൽ മാറി മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സ്ഥാനാർത്ഥികളിലൊക്കെ മാറ്റമുണ്ടായി. പലയിടങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൊല്ലം പോലെ കരുത്തുറ്റ ഒരു ജില്ലയിൽ, ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ ജില്ലയിൽ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് വലിയ M മുകേഷിന് നേരെ വലിയ വെല്ലുവിളി ഉയർത്താൻ കൊല്ലത്ത് സാധിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എടുത്തൊരു സമയം പരിധി, അനാവശ്യ വിവാദങ്ങളൊക്കെ ഈ കൊല്ലം നിയമസഭാ സീറ്റിൽ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ബിന്ദു കൃഷ്ണയെ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒന്നുകൂടി അവിടെ സ്പേസ് കിട്ടിയതിനായിരുന്നു. ആദ്യം അവർക്ക് സീറ്റ് ഇല്ല എന്ന് പറയുന്ന സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് പോലും ബിന്ദു കൃഷ്ണയിൽ വിശ്വാസമില്ലേ എന്നുള്ള ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കണ്ടു. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, നമുക്കറിയാം പത്തനാപുരത്തൊക്കെ ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതും ചില ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ അതിലുണ്ടാകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതുപോലെ തന്നെയായിരുന്നു പല മണ്ഡലങ്ങളും, നമുക്ക് പേരെടുത്ത് പറയേണ്ട പല മണ്ഡലങ്ങളിലും അത് സംഭവിച്ചു. RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിയമസഭയിൽ പ്രതിനിധികളെ കൊടുക്കാനില്ലാത്ത ഒരു വർഷമായി ഈ 2021 2016 മാറിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ 2021 വരുമ്പോൾ ചെറുപ്പക്കാരായ 2 പേർ, അത് കോൺഗ്രസിന്റെ യുവനിരയിൽ, അതായത് സംസ്ഥാനത്തെ കോൺഗ്രസ് യുവനിരയിൽ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യരിൽ പ്രഥമനായ പി സി വിശ്വനാഥ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം ജില്ലയിൽ, നമുക്കറിയാം ചെങ്ങന്നൂരിന്റെ MLA ആയിരുന്നു. ചെങ്ങന്നൂരിലൊരു വലിയ പരാജയം നേരിടേണ്ടി വന്നു. പിന്നീട് സ്വന്തം തട്ടകമായ കൊല്ലത്ത്, അതും കുണ്ട്രയിൽ അദ്ദേഹം മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് കുണ്ട്ര പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. CR മഹേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ കോൺഗ്രസിന്റെ സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരൻ, ഇടത് കോട്ടയായ CPIയുടെ കോട്ടയായ അല്ലെങ്കിൽ CPMന്റെ ഒക്കെ കോട്ടയായ കരുനാഗപ്പള്ളിയിൽ ആദ്യ തവണ അദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ച. പരാജയപ്പെട്ടതിന് ശേഷം വിജയിച്ച MLAയേക്കാൾ ഒരു പരാജയപ്പെട്ട MLAക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് 5 വർഷക്കാലം കൊണ്ട് കരുനാഗപ്പള്ളിക്ക് കാട്ടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് കരുനാഗപ്പള്ളി പിടിച്ച കാഴ്ച 2021 കണ്ടു. അങ്ങനെ 11-ൽ 2 സീറ്റുകൾ മാത്രം ആണ് കഴിഞ്ഞ തവണ കൊല്ലത്ത് UDF ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം തെളിഞ്ഞു വരുന്നു. വലിയ തർക്കങ്ങൾക്കിട കൊടുക്കാതെ അവിടെയാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. കൊല്ലത്തിൽ 9 സീറ്റുകൾ UDFന് ഇത്തവണ പിടിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിക്കാൻ കൊല്ലത്ത് സാധിക്കുന്നു. അത് DCC അധ്യക്ഷനായിരിക്കുന്ന രാജേന്ദ്ര പ്രസാദിനടക്കം അതിൽ ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. പല മണ്ഡലങ്ങളിലും സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. നമുക്ക് നോക്കാം. കൊല്ലം മണ്ഡലം M മുകേഷ് കഴിഞ്ഞ 10 വർഷക്കാലമായി MLA ആയിരിക്കുന്ന കൊല്ലം മണ്ഡലം. M മുകേഷിന് ഇത്തവണ സീറ്റില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. അവിടെ ജയമോഹൻ സഖാവാണ്. ജയമോഹൻ സഖാവ് CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കാർക്കിടയിൽ സ്വീകാര്യനായ നേതാവാണ് ജയമോഹൻ. പക്ഷെ സാധാരണക്കാർക്ക് എത്രമാത്രം ജയമോഹൻ സഖാവ് സ്വീകാര്യനാണ് എന്ന് ഈ 2024 തിരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണ ഉറപ്പിച്ചിരിക്കുന്നു. കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയാകുന്നു. 11 സീറ്റുകളിൽ ഒരു വനിതാ പ്രാതിനിധ്യം കൊല്ലത്ത് നിന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ബിന്ദു കൃഷ്ണ ആ സീറ്റിന് അർഹയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്വാഭാവികമായി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയം നേരിടേണ്ടി വന്നിരുന്നു. പലപ്പോഴും നേരത്തെ മുൻകൂട്ടി ബിന്ദു കൃഷ്ണയാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചുറപ്പിച്ച് പാർട്ടി കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി സ്പേസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തർക്കങ്ങൾക്കൊന്നും ഇടയില്ലാതെ AICC ലിസ്റ്റിൽ ബിന്ദു കൃഷ്ണ ഇടം പിടിച്ചിരിക്കുന്നു. ജയമോഹൻ സഖാവ് വേഴ്സസ് ബിന്ദു കൃഷ്ണ പോരാട്ടത്തിന് കൊല്ലം വേദിയാകുന്നു. കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്താൻ ബിന്ദു കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ അത് വിജയത്തിലേക്ക് കൂടി കടന്നുവരും. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു. കൊല്ലത്തെ സിറ്റിംഗ് MLAക്കെതിരെ
വലിയ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അത് മാറ്റാൻ ഒരു കരതീർന്ന പാർട്ടിക്കാരനെ തന്നെ CPM കളത്തിൽ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും ബിന്ദു കൃഷ്ണ വേഴ്സസ് ജയമോഹൻ പോരാട്ടം അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. BJP സ്ഥാനാർത്ഥി ആരെന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. BJP സ്ഥാനാർത്ഥി ഇനി ആര് തന്നെ ആയാലും അതൊരു വലിയ രണ്ട് മുന്നണികൾക്കും വെല്ലുവിളിയാകില്ല. നല്ലൊരു ടൈറ്റ് പോരാട്ടത്തിന് കൊല്ലം വേദിയാകും. പക്ഷേ ആ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും ഒക്കെ കൊല്ലത്തെ നിറസാന്നിധ്യമായി നിൽക്കുന്ന തീരദേശ മേഖലയിലെ സ്ത്രീ മനസ്സുകളൊക്കെ കവരാൻ കഴിയുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ ഒരു മുൻതൂക്കമുണ്ട്. കൊല്ലം ഇത്തവണ ചേട്ടൻ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി പിടിച്ചതുപോലെ തന്നെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. കൊല്ലത്തെ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ചപ്പോൾ പലരും പറഞ്ഞു ഇയാളെ ആരാണ്, ഹഫീസിനെ നോക്കിയിട്ട് ചോദിച്ചു ഇയാൾ ആരാണ് എന്ന് ചോദിച്ചവർക്ക് ഞാൻ കൊല്ലത്തിന്റെ പ്രിയപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊല്ലം ചരിത്രത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത, DCC പ്രസിഡന്റ് പോലും പ്രതീക്ഷിക്കാത്ത ഭരണം പിടിച്ച തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ബിന്ദു കൃഷ്ണയുടെ കൈകൾ ഭദ്രമായിരിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അതിൽ എന്റെയും ഒരു കൊല്ലത്തുകാരൻ എന്ന നിലയിൽ ഞാനും കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് ചവറയിലേക്ക് പോകണം. ചവറയിൽ സുജിത്ത് വിജയൻപിള്ള ഡോക്ടറാണ്. വിജയൻ കൊച്ചാട്ടന്റെ മകനാണ്. വിജയൻ കൊച്ചാട്ടൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ജില്ലക്കാർ വിചാരിക്കും ഇയാൾ എന്തായി പറയുന്നതെന്ന്. വിജയണ്ണനും വിജയൻ കൊച്ചാട്ടനും അതൊരു കൊല്ലം ഭാഷയാണ്. അത് കൊല്ലം ഭാഷയാണെങ്കിൽ പോലും അങ്ങനെ ബ്രാൻഡ് ചെയ്തെടുത്ത വിജയൻ പിള്ള എന്ന് പറയുന്ന വ്യവസായിയുടെ, അദ്ദേഹത്തിന് ബാറുകളുണ്ട്, ഒട്ടനവധി വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് RSP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഷിബു ബേബി ജോണാണ്. കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട തൊഴിലാളി നേതാവ്. ബേബി ജോണിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മുതലാളിയായ തൊഴിലാളി നേതാവ്. അതായത് മത്സ്യബന്ധന മേഖലയിൽ, തീരദേശ മേഖലയിൽ സാധാരണക്കാർക്കിടയിൽ അത്രയും ഇടപെടാൻ കഴിയുന്ന ആളുകൾക്ക് അത്രയും പ്രിയങ്കരനായ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ. ബേബി ജോണിന്റെ അഡ്രസ്സിൽ ഷിബു ബേബി ജോണിനെ പറയണമെങ്കിൽ പോലും സ്വന്തമായി MLA ആയും മന്ത്രിയുമായും ഒക്കെ ചവറ മണ്ഡലത്തിന്റെ വികസനത്തിലും കേരളത്തിന്റെ വിവിധങ്ങളായ വികസന മേഖലകളിലുമൊക്കെ സ്വന്തം കൈയൊപ്പ് ചാർത്തിയ അതാ ഞാൻ പറഞ്ഞത്, തൊഴിൽ മന്ത്രി ആയിരുന്ന സമയത്തൊക്കെ കേരളത്തിന് വലിയ രീതിയിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത ഷിബു ബേബി ജോൺ. അദ്ദേഹം പരാജയം നേരിട്ട മത്സരം 2 തവണകളിൽ നമ്മൾ കണ്ടു. ആദ്യം വിജയൻ പിള്ളയോട് പരാജയപ്പെടുന്നു, പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സുജിത്ത് വിജയൻ പിള്ള, അവിടെ ഒരു സഹതാപ രംഗമൊക്കെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഇടത് കൊടുങ്കാറ്റിൽ ഷിബു ബേബി ജോണും കാലിടറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ സഖാവ് ഷിബു ബേബി ജോണും സഖാവാക്കപ്പെട്ട സുജിത്ത് വിജയൻ പിള്ളയും, സഖാവൊന്നും ആയിരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവായി മാറേണ്ടി വന്ന സുജിത്ത് വിജയൻ പിള്ളയും തമ്മിലുള്ള പോരാട്ടം. സുജിത്ത് വിജയൻ പിള്ളയുടെ ഗ്രാഫ് ഇടിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട രീതിയിലൊരു പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം കാഴ്ചവെക്കാൻ ചവറയിൽ സാധിച്ചിട്ടില്ല എന്ന പൊതു വികാരം മണ്ഡലത്തിൽ ആകമാനം അലയടിക്കുന്ന തിരഞ്ഞെടുപ്പ്. എന്നാൽ ഷിബു ബേബി ജോൺ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഷിബു ബേബി ജോൺ വേണമെങ്കിൽ RSPയുടെ ഏത് സീറ്റ് വേണമെങ്കിലും മത്സരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എനിക്കെന്റെ ചവറ മതി എന്ന് പറഞ്ഞ് അവിടെ സജീവമായി നിൽക്കുന്ന ഷിബു ബേബി ജോൺ സുജിത്ത് വിജയൻപിള്ള പോരാട്ടം, അത് എപ്പോഴും മുൻതൂക്കം ഇത്തവണ ഷിബു ബേബി ജോണിന് തന്നെയാണ്. ചവറയുടെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ സാധ്യതയല്ല, 100% ഉറപ്പിച്ചു പറയാം. ചവറയിൽ ഷിബു ബേബി ജോൺ RSPയുടെ കൊടി UDFന് വേണ്ടി പാറിക്കും. ഇത്തവണ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ മുൻനിരയിൽ RSPയുടെ MLA ആയി ഷിബു ബേബി ജോൺ ഉണ്ടാവും. ഇംഗ്ലീഷിലാണ് അധികം സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രിയായിട്ട്. ഏക മന്ത്രി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് പേർ അല്ല, ഓർക്കുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന MLA മാരുടെ ലിസ്റ്റിലും മന്ത്രിമാരുടെ ലിസ്റ്റിലും ഷിബു ബേബി ജോണിന്റെ പേരുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തത് നമുക്ക് ഇരവിപുരത്തേക്ക് പോകണം. ഇരവിപുരം RSPയുടെ മറ്റൊരു സീറ്റാണ്. മുസ്ലിം ലീഗ് അവകാശവാദമൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും മുസ്ലിം ലീഗ് ആവശ്യമില്ലാത്ത ഒരു വിവാദത്തിനും പോയിട്ടില്ല എന്നുള്ളതാണ്. നൌഷാദ് ആണ് CPMന്റെ സിറ്റിംഗ് MLA. അവിടെയല്ലേ RSP ഒരു ചെറിയ വിഷയം. അവിടെ RSPയിൽ ഒരു സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തർക്കവിതർക്കങ്ങൾക്ക് കാരണമായ മണ്ഡലമാണ്. അതായത് NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കണമെന്നൊരു വിഭാഗം ആളുകൾ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും സീറ്റ് അവിടെ വിഷ്ണു മോഹനാണ്. RSPയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ്. നൌഷാദും വിഷ്ണു മോഹൻ പോരാട്ടം, അത് ഇരവിപുരം ഒരു ഇടതുപക്ഷ മണ്ഡലമായി തുടരുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം ഈ വിഷ്ണു മോഹനൊക്കെ പുതിയ മുഖങ്ങളാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, രജിസ്റ്റർ ചെയ്യപ്പെട്ട് വരണം. പക്ഷേ അവിടെ കുറച്ച് പരിചിതനാണ്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചാൽ മാത്രമേ
നമുക്കതിന്റെ വ്യക്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ട് സിറ്റിംഗ് MLA ആണല്ലോ. അപ്പോൾ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, രണ്ട് സഖാക്കന്മാർ തമ്മിൽ പോരടിക്കുന്ന മണ്ഡലം. അവിടെ ഒരു ഇടതുപക്ഷത്തിന് അനുകൂലത പ്രവചിക്കപ്പെടുന്ന മണ്ഡലമാണ് ഇരുവിപുരം. പിന്നെ ഈ വിഷ്ണു മോഹന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കിയിട്ട് വേണം നമുക്കതിൽ കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് പോകാൻ. കുണ്ട്രയിലേക്ക് വന്നാൽ, കുണ്ട്ര നേരത്തെ പറഞ്ഞതുപോലെ PC വിഷ്ണുനാഥിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ഒട്ടനവധി രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോഴും യാതൊരു ആരോപണങ്ങൾക്കും വില പോകില്ല എന്ന് തെളിയിക്കുന്ന മണ്ഡലം. 2 തവണകളിലായി MA ബേബിയും ഒരു തവണയിൽ മേഴ്സിക്കുട്ടിയമ്മയും വിദ്യാഭ്യാസ മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഒക്കെ ഉണ്ടായിട്ട് പോലും PC വിഷ്ണുനാഥിനെ പോലൊരു നേതാവിന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിച്ചുവെങ്കിൽ, പണ്ട് കടവൂർ ശിവദാസനൊക്കെ MLA ആയിരുന്ന മണ്ഡലമാണ്, അത് PC വിഷ്ണുനാഥിന് തിരിച്ചുപിടിക്കാൻ സാധിച്ചെങ്കിൽ 5 വർഷത്തെ പദ്ധതികൾ, അതായത് ഈ കണക്ട് കുണ്ട്ര പോലെയുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികളുമായി PC വിഷ്ണുനാഥ് സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്ക് പല വികസന പ്രവൃത്തികളും ചിലത് പൂർത്തീകരിക്കപ്പെട്ടു, ചിലത് പകുതി വഴിയിൽ, ചിലത് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ PC വിഷ്ണുനാഥിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കുണ്ട്ര. കാണാതെ പോകാൻ സാധിക്കില്ല. ഈ കുണ്ട്ര കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നീടുള്ളത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയുടെ പ്രത്യേകത വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ അമ്പലപ്പുഴയൊക്കെ പറയുന്നത് പോലെ CPM സഹയാത്രികയായ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന 15 വർഷക്കാലങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോയ ഐഷ പോറ്റി ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തി UDFിലേക്ക് വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ KN ബാലഗോപാലാണ് CPM സ്ഥാനാർത്ഥി. അവിടെ BJP സ്ഥാനാർത്ഥിയുടെ പേര് നമുക്ക് പറഞ്ഞു പോകാം, R രശ്മി. ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ പ്രതിഭാസത്തിന് വേദിയാകുന്ന പഴയ കോൺഗ്രസ്സുകാരി കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന ഐഷ പോറ്റിക്ക് ഉണ്ടായിരുന്ന 52,000 വോട്ടിന്റെ ഭൂരിപക്ഷം, ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ ബാലഗോപാലിൽ 10,000-ലേക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ച R രശ്മി, കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന R രശ്മി BJP സ്ഥാനാർത്ഥിയാകുന്ന ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത പ്രവചിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. R രശ്മി ചില്ലറക്കാരിയല്ല, ഐഷ പോറ്റി ചില്ലറക്കാരിയല്ല, അതുപോലെ KN ബാലഗോപാൽ ചില്ലറക്കാരിയല്ല. ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ മാർച്ച് മാസത്തിലെ ചില്ലറക്കാരനല്ല. ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ ഒരു ചൂട്, ഒരു വേനൽക്കാല ചൂട് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഒരു ചുഴലിക്കാറ്റായി ചുറ്റിക്കറങ്ങുന്ന തെരഞ്ഞെടുപ്പിനാണ് കൊട്ടാരക്കര സാക്ഷ്യം വഹിക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലേറ്റ വലിയ പരാജയമുണ്ട്. കേരളം ഒട്ടാകെ UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും അവിടെ UDFിന് ഒന്ന് കാലിടറി. ആ കാലിടർച്ച മാറ്റാൻ തന്നെയാണ് LDF ക്യാമ്പിൽ നിന്ന് ഐഷ പോറ്റിയെ UDF ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഐഷ പോറ്റി ജനകീയയാണ്, സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ആളാണ്. KN ബാലഗോപാൽ അതിനനുസരിച്ചുള്ള തറക്കല്ലിടിയിൽ മാമാങ്കത്തിന്റെ ഒരു വലിയ ഘോഷയാത്രയിലാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം വരെ പല പദ്ധതികൾ KN ബാലഗോപാൽ തറക്കല്ലിടുന്നുണ്ട്. 5 വർഷക്കാലം താങ്കൾ എന്ത് ചെയ്തു, ഈ അവസാനത്തെ 2 മാസം കൊണ്ടുവന്ന് തറക്കല്ലിടുന്നത് എന്തിന് എന്ന് ജനം അവിടെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പോയ പദ്ധതികളൊക്കെ ഐഷ പോറ്റിയുടെ തലയിൽ വിരിഞ്ഞതാണ് എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഐഷ പോറ്റി അവിടെ ഉറക്കെ വിളിച്ചു പറയുന്ന മണ്ഡലം. എന്തായാലും അവിടെ തീ മാറുമെങ്കിലും ആ തീ കെടുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ അത് ഐഷ പോറ്റിക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ കൊട്ടാരക്കരക്കാരനായി എനിക്ക് യാതൊരു വിധമായ സംശയവുമില്ല. പിണറായി വിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന പിണറായി വിരുദ്ധ വികാരമല്ല, അവിടെ ഒരു ഐഷ പോറ്റിയോടുള്ള സ്നേഹം, കരുതൽ, സാധാരണക്കാരന്റെയും എല്ലാ വർഗങ്ങളുടെയും, മധ്യവർഗത്തിന്റെയും എല്ലാ വർഗത്തിന്റെയും ഒരു സ്നേഹം ഐഷ പോറ്റിക്കൊപ്പം തന്നെയുണ്ട്. ആ സൗമ്യമുഖത്തിനൊപ്പം തന്നെയുണ്ട്. KN ബാലഗോപാലിന് അടിപതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ളത് പുനലൂർ മണ്ഡലമാണ്. പുനലൂർ CPIയുടെ മണ്ഡലമാണ്. PS സുബാൽ MLA ആയിരിക്കുന്ന മണ്ഡലം ഇടതുപക്ഷ മണ്ഡലമാണ് പുനലൂർ. അവിടെ മുൻ മന്ത്രി രാജു K രാജു ഒക്കെ ജയിച്ചു വന്ന മണ്ഡലം. സുബാൽ MLA ആയിരിക്കുന്ന മണ്ഡലം. അവിടെ ഇത്തവണ CPI, എനിക്ക് CPIക്കാരെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെ തർക്കങ്ങളൊന്നുമില്ല. അപ്പൊ അടൂരും ഇവിടെയൊക്കെ കണ്ട് ഒരു തർക്കവുമില്ല. അവിടെ സഖാവ് C അജയപ്രസാദ്, പുനലൂരിൽ നിന്ന് തന്നെയുള്ള നേതാവാണ്. സഖാവ് P അജയപ്രസാദ്. ചെറിയ തർക്കം ഉണ്ടായി, മറ്റേ മുകുന്ദൻ എന്ന് പറയുന്ന അത് അവിടെയല്ലേ, ഇവിടെ കൊല്ലത്താരോട് ഞാൻ പറഞ്ഞു. അജയപ്രസാദ് സ്ഥാനാർത്ഥിയാകുന്നു. സുബാൽ അതൊരു ഇടത് കോട്ടയാണ്. ഇനി വലത് കോട്ടയിൽ നിന്ന് ആര്, അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. മുസ്ലിം ലീഗിനാണോ കോൺഗ്രസിനാണോ തർക്കങ്ങൾ. പല നേതാക്കന്മാരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പേര് വന്നതിന് ശേഷം അതിന്റെ അവലോകനത്തിലേക്ക് പോകാം. എന്തായാലും ഇരവിപുരം പോലെ തന്നെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് പുനലൂർ. തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ബാലികേറ മലയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. അത് നമുക്ക് കണ്ടറിയണം. ഇനി പുനലൂരിൽ നിന്ന് കുറച്ച് വലത്തേക്ക് വണ്ടി ഓടിച്ചാൽ നമുക്ക് ചടയമംഗലത്തെത്താം. ചടയമംഗലം ചിഞ്ചു റാണിയുടെ മണ്ഡലമാണ്, CPIയുടെ മണ്ഡലമാണ്.
കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. മിൽമ പാലിന് വില കൂട്ടുമ്പോൾ മാത്രം കേൾക്കുന്ന ഒരു പേര് ചിഞ്ചു റാണി. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് 5 വർഷക്കാലം അബദ്ധങ്ങൾ കാണിക്കുന്ന 5 വർഷക്കാലങ്ങൾ അവിടെ ഈ പറയപ്പെടുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. ഇടത് കോട്ട തന്നെയാണ് ചടയമംഗലം. എങ്കിൽ പോലും ചിഞ്ചു റാണിയുടെ ഗതി ഇത്തവണ എന്താകും എന്ന് കണ്ടറിയേണ്ട മണ്ഡലമാണ്. പണ്ട് നമ്മുടെ പ്രിയങ്കനായ പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ MLA ആയിരുന്ന ചടയമംഗലമാണ്. അത് UDF അങ്ങനെ വാലികാറാവലെ ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. കരുത്തരായ ഒരു സ്ഥാനാർത്ഥി ചടയമംഗലത്തേക്ക് എത്തും. അദ്ദേഹത്തിന്റെ പേര് R ചന്ദ്രശേഖരൻ എന്നാകാനാണ് സാധ്യത. INTUC സംസ്ഥാന അധ്യക്ഷനാണ്. നമുക്കറിയാം, ചെറുപ്പകാലം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം തൊഴിലാളി വർഗ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന R ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ പേരുകളാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ലിസ്റ്റിൽ ഒന്നാമൻ R ചന്ദ്രശേഖരനാണ്. R ചന്ദ്രശേഖരനൊപ്പം തൊഴിലാളി വർഗം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. R ചന്ദ്രശേഖരനൊക്കെ വന്നാൽ അവിടെ തീവാറുന്ന പോരാട്ടം ചിഞ്ചു റാണിക്കെതിരെ നമുക്ക് ചടയമംഗലവും ഇത്തവണ UDF-ലേക്ക് തിരിയാനുള്ള സാധ്യതകളെല്ലാം നമുക്ക് കാണാം. പിന്നീടുള്ളത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ ഒരു ഇടതുപക്ഷ മണ്ഡലം ആണ് എന്നൊരിക്കലും വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പേരാണ് അവിടെ പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് വിഷ്ണു സുനിൽ പന്തളം. വിഷ്ണു സുനിൽ പന്തളവും ഒക്കെ സ്ഥാനാർത്ഥിയുമായി വന്നാൽ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു ഒഴുക്ക് അവിടേക്ക് കാണാം. ചാത്തന്നൂരും വലത്തേക്ക് തിരിയും. കരുനാഗപ്പള്ളി 8 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാവുന്ന മണ്ഡലങ്ങളാണ് കരുനാഗപ്പള്ളിയും കുണ്ട്രയും. വിജയം സുനിശ്ചിതം. ഭൂരിപക്ഷം 50,000 കടക്കുമോ എന്ന സംശയം മാത്രമാണ് കരുനാഗപ്പള്ളിയിലും കുണ്ട്രയുമുള്ളത്. CR മഹേഷിന്റെ മണ്ഡലം. അവിടെ സ്ഥാനാർത്ഥിയില്ലാതെ തേരാപ്പാര നടന്നിട്ട് അവസാനം ഒരു സഖാവ് താരയെ CPI സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. പിന്നീട് കുന്നത്തൂരിലേക്ക് പോകണം. കുന്നത്തൂർ RSPയുടെ മറ്റൊരു സീറ്റ്. 2 RSP കർത്തബിൽ മത്സരിക്കുന്ന മണ്ഡലം. RSP ലെനിനിസ്റ്റും RSPയും മത്സരിക്കുന്ന മണ്ഡലം. പ്രത്യേകിച്ച് സാഹചര്യത്തിൽ സ്വന്തമായി പാർട്ടിയൊക്കെ ഉണ്ടാക്കേണ്ടി വന്ന കോവൂർ കുഞ്ഞുമോൻ. 25 വർഷക്കാലങ്ങളായി കുന്നത്തൂരിനെ പ്രദാനം ചെയ്യുന്ന കോവൂർ കുഞ്ഞുമോൻ. ശാസ്താംകോട്ട തടാകത്തെ ഭാര്യയെ പോലെ പ്രണയിക്കുന്ന വിവാഹം വേണ്ടെന്ന് വെച്ച കോവൂർ കുഞ്ഞുമോൻ. ആ കോവൂർ കുഞ്ഞുമോന്റെ 1/4 നൂറ്റാണ്ട് കാലത്തെ ജൈത്രയാത്രയ്ക്ക് തടയിടും കോവൂരുകാരനായ മറ്റൊരാൾ. അയാളുടെ പേര് ഉല്ലാസ് കോവൂർ എന്നാണ്. ഇവര് ബന്ധുക്കളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഉല്ലാസ് കോവൂർ കഴിഞ്ഞ തവണകളിൽ പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ ജനങ്ങൾക്കൊപ്പം സജീവമായി നിൽക്കുന്ന ഒരു കലാകാരനായ, സാധാരണക്കാരനായ, വിദ്യാസമ്പന്നനായ, ജയിക്കാൻ എന്തുകൊണ്ടും അർഹനുള്ള കോവൂർ കുഞ്ഞുമോനൊപ്പം മണ്ഡലം തിരിയുമെന്ന് ഈ പറയപ്പെടുന്ന ചർച്ചകൾ നമുക്ക് കുന്നത്തൂരിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ വല്ലാതെ കുന്നത്തൂരിനെ ഇളക്കുന്നുണ്ട്. കോവൂർ കുഞ്ഞുമോന് സീറ്റ് കൊടുക്കരുത്, പകരം സോമപ്രസാദിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കണമെന്നൊക്കെ പാർട്ടിക്കുള്ള ചർച്ചകളുണ്ടെങ്കിലും 25 വർഷങ്ങൾക്കപ്പുറത്തേക്ക് KV ഗണേഷ് കുമാറിന്റെ തന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ള കോവൂർ കുഞ്ഞുമോന് തന്നെയാണ് ഒരു 6ാം അംഗത്തിന് കുന്നത്തൂരിൽ കളമൊരുങ്ങുമ്പോൾ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസ് കോവൂർ അവിടെ UDF-ന് വേണ്ടി RSPയുടെ കൊടി നിയമസഭയിൽ എത്തിക്കും എന്ന് അവിടെ ജനം അല്ലാതെ പറയുന്നുണ്ട്. 25 വർഷക്കാലം MLA ആയിരുന്നിട്ടും ഘടകകക്ഷിയാക്കാൻ പോലും സാധിക്കാതെ ഒരു മന്ത്രിസ്ഥാനമോ ഒരു 2.5 കൊല്ലം പോട്ടെ, ഒരു വർഷമെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കാതെ തള്ളിക്കളഞ്ഞ് പുറത്തിട്ടിരിക്കുന്ന കോവൂർ കുഞ്ഞുമോനെ ഒരു വിലയും കൊടുത്തിട്ടില്ല. ഈ പറയപ്പെടുന്ന കുന്നത്തൂരും തട്ടിമാറ്റും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന പുനലൂരും ഇരവിപുരവും പിന്നെ ചെറിയ സാധ്യതയുള്ള ചടയമംഗലം, ഒരു 2.5 സീറ്റാണ് ഇടതുപക്ഷത്തിന് ഇത്തവണ അവിടെ പ്രവചിക്കാൻ സാധിക്കുന്നത്. കൊല്ലത്തിന്റെ ചിത്രം തെളിയുമ്പോൾ അത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം UDF-ന് അനുകൂലമായിരിക്കും. ഒരു ജില്ലയിലെ 85% സീറ്റുകളും വിജയിച്ചുകൊണ്ട് കൊല്ലം വെല്ലിക്കൊടി പാറിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു, 10 ആയുള്ളൂ, എന്തേ നിങ്ങൾ പത്തനാപുരത്തേക്ക് പോയില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. പത്തനാപുരത്തേക്ക് പോകണം. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പാലക്കാടും പത്തനാപുരവും അല്ലേ. പാലക്കാടും ലൈംഗിക പീഡന പരാതിയുടെ പേരിൽ ഒരു MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും മറ്റൊരു MLA ഇപ്പോഴും മന്ത്രിയായി തുടരുകയും ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ വ്യഭിചാരം ഒക്കെ വേണമെങ്കിൽ വിളിക്കാം അതിനെ. അങ്ങനെ ഒരു മണ്ഡലമാണ് പത്തനാപുരം. KV ഗണേഷ് കുമാർ 25 വർഷക്കാലങ്ങളായി MLA ആയിരിക്കുന്ന പത്തനാപുരം. ഇടതുകോട്ടയായിരുന്ന പത്തനാപുരം UDF-ന് വേണ്ടി KV ഗണേഷ് കുമാർ 25 വർഷങ്ങൾക്ക് മുമ്പ് KV ഗണേഷ് കുമാറിനെ വെച്ച് UDF പിടിച്ചെടുത്ത മണ്ഡലം. 15 വർഷങ്ങൾക്കപ്പുറം ചില ഗാർഹിക പീഡന പരാതികളുടെ പേരിൽ മന്ത്രിസ്ഥാനം തെറിക്കുകയും പിന്നീട് മന്ത്രിസ്ഥാനം കൊടുക്കാത്ത ഉമ്മൻചാണ്ടിക്കിട്ട് നല്ല 1-തരം പണിയും കൊടുത്തിട്ട് LDF-ലേക്ക് ചുവടുമാറ്റം നടത്തിയ KV ഗണേഷ് കുമാറിന്റെ പത്തനാപുരം എന്ന് വേണമെങ്കിൽ പറയാം. വാളകത്തുകാരനായ KV ഗണേഷ് കുമാർ പത്തനാപുരത്ത് വന്ന് വരുത്തനായി നിന്ന് ജയിച്ച് 25 വർഷക്കാലമായി പത്തനാപുരത്ത് വീട് വാങ്ങി താമസിക്കുന്ന അതേ പത്തനാപുരം 10 വർഷങ്ങൾക്കപ്പുറം UDF-ൽ നിന്ന് KV ഗണേഷ് കുമാറിനെ നേരിടാൻ പ്രിയങ്കനായ PV ജഗദീഷ് കുമാറും ഭീമൻ രഘുവൊക്കെ വന്ന് മത്സരിച്ചപ്പോൾ 25,000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടത് MLA ആയി മാറിയ KV ഗണേഷ് കുമാർ പ്രതിനിധിയായിരിക്കുന്ന പത്തനാപുരം. 5 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവ്
മുൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്ന ജ്യോതികുമാർ ചാമക്കാലയെ പാർട്ടി പത്തനാപുരം പിടിക്കാൻ ചുമതലയേൽപ്പിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഇടതു തരംഗത്തിൽ ജ്യോതികുമാർ ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന പത്തനാപുരം 14,000 ശിഷ്ട വോട്ടുകൾക്ക് മാത്രം ഇടതു തരംഗത്തിലും കെ.ബി. ഗണേഷ് കുമാറിന് ജയിക്കാൻ സാധിച്ച പത്തനാപുരം 5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യ പോലും ഇദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണവുമായി വന്ന് പിന്നീട് ആ പരാതി പിൻവലിച്ച് കുടുംബ പ്രശ്നമാക്കി തീർത്ത് തേച്ചുമേച്ച് പുട്ടിയിട്ട് മിനുക്കി സുന്ദരനാക്കി ഇടതുപക്ഷം വീണ്ടും മണ്ഡലത്തിലേക്ക് കെ.ബി. ഗണേഷ് കുമാറിനെ അയച്ചിരിക്കുന്നു. അവിടെ AICC ആദ്യം പുറത്തുവിട്ട ലിസ്റ്റിൽ തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ പേരുണ്ട് എന്നത് ജ്യോതികുമാർ ചാമക്കാല എത്രത്തോളം കോൺഗ്രസ് നേതൃത്വത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്നു. അവിടെ തീപാറും. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം വ്യക്തമാണ്. അവിടെ ബി ജെ പിയുടെ പത്തനാപുരത്ത് തന്നെയുള്ള ഒരു നേതാവ് ബി ജെ പിയും ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. അവിടെ ബി ജെ പി വലിയ രീതിയിൽ പിടിക്കുന്ന വോട്ടുകൾ, സാധാരണഗതിയിലെ NSSന്റെ വോട്ടുകളൊക്കെ കെ.ബി. ഗണേഷ് കുമാറിന്റെ വോട്ടുകളൊക്കെ ബി ജെ പി വോട്ടുകളൊക്കെ കെ.ബി. ഗണേഷ് കുമാറിനാണ് പോകുന്നതെന്ന് ഒരു വലിയ കിംവദന്തികൾ പുറത്തുണ്ട്. ഒപ്പം പെന്തക്കോസ്ത് സഭയുമായിട്ടുള്ള ടിനു പാസ്റ്ററുമായിട്ടുള്ള കെ.ബി. ഗണേഷ് കുമാറിന്റെ അടുപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടിനു പാസ്റ്ററുടെ പ്രാർത്ഥനാവേദികളിലൊക്കെ ഈ ബിന്ദു ഗണേഷ് കുമാറും ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല അടിയൊഴുക്കുകളും അത്ഭുതങ്ങളും നടക്കുന്ന മണ്ഡലമാണ്. CPM-കാരും CPI-കാരും ഒക്കെ വല്ലാതെ അസ്വസ്ഥരാണ് പല പ്രവൃത്തികളിലും. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് വർഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ജനകീയതയിൽ വിറകൊണ്ട സീറ്റുമോഹികളായ ആളുകളൊക്കെ കോൺഗ്രസിൽ അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജ്യോതികുമാർ ചാമക്കാല ഭയങ്കര കോൺഫിഡൻസിലാണ്, ഭീകരമായ കോൺഫിഡൻസിലാണ്. ഒപ്പം ഗണേഷ് കുമാറും കോൺഫിഡൻസിലാണ്. കേരള രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് പത്തനാപുരത്ത് നടക്കുന്നത്. പത്തനാപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഫൈനൽ വിധിയിൽ ഈ പല ആളുകളും പല യൂട്യൂബുകളിൽ പല പ്രമുഖരും ചോദിക്കുന്നുണ്ട്, സഹതാപം തോന്നുന്നത് പത്തനാപുരത്തെ MLA-യോടല്ല, പത്തനാപുരത്തെ ജനങ്ങളോടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ. ആ സഹതാപം ഇത്തവണ പത്തനാപുരത്ത് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രൽ അടക്കം സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പത്തനാപുരം മതി എന്നുള്ളതാണ്. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. അതിന്റെ ഉത്തരം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും. പാലക്കാട് പോലെ അല്ല പത്തനാപുരത്തിലെ ജനങ്ങൾക്ക് പ്രബുദ്ധതയുണ്ട് എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്.